നമുക്കൊക്കെ പൊതുവേ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പച്ചച്ചാണകമൊക്കെ വീട്ടിൽ കിട്ടാൻ. എന്നാൽ പച്ചച്ചാണകം ഇതുപോലെ അങ്ങ് ചെയ്യുകയാണെങ്കിൽ സിമ്പിളാണല്ലേ. ഒരു കുപ്പിയിലേക്ക് കുറച്ച് ഈ ഇല അങ്ങ് പറിച്ചിടുക. കറിവേപ്പ് ചെടിക്ക് പുതിയ തളിർപ്പ് ഇലകൾ വരാനും നമ്മുടെ പൂച്ചെടിയിലൊക്കെ തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവാനും ഇതുപോലത്തെ അലോവേര ചെടീൻ്റെ ചോട്ടിലാണെങ്കിലും ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒക്കെ ചോട്ടിൽ ധാരാളം തൈകൾ നിറയാനും മുരടിപ്പ് കുറയാനും ചാണകമൊക്കെ നല്ലതാണല്ലേ. ചെടികൾക്ക് പണ്ട് മുതൽക്കേ നമ്മൾ ചാണകപ്പൊടി ചാണകവെള്ളമൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ ചാണകം കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ഇല മതി. ഇത് നമ്മുടെ ശീമക്കൊന്നേൻ്റെ ഇലയാണ്. ഇപ്പോൾ വേലി അരികിലാണെങ്കിലും നമ്മുടെ റോഡ് അരികിലൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇലേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നല്ലതാണ് കേട്ടോ. ചാണകത്തിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒന്നെങ്കിൽ ഇതുപോലത്തെ ഒരു കുപ്പിയിലേക്ക് നിങ്ങൾക്ക് ഇതുപോലെ ഇട്ട് വയ്ക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 6-7 ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നന്നായിട്ട് പുളിച്ച് വരും. ഓരോ ദിവസം എടുത്ത് ഇളക്കി കൊടുക്കുക. പുളിച്ച് വന്നത് കുറച്ച് വെള്ളം എടുത്തിട്ട് കൂടുതൽ സാധാ പച്ചവെള്ളം ചേർത്തിട്ട് ചെടീൻ്റെ ചുവട്ടിൽ കൊടുക്കുക കേട്ടോ. ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും